അപ്പൊ ഒരു നല്ല പ്രവാചകനെ ദൈവസഭ തിരിച്ചറിയേണ്ടത്, ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് നന്നായി പ്രവചിച്ചു, അതിലൂടെ അല്ല, സ്വഭാവത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആ 13-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ, 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് ഇത്രയും വ്യക്തമായി വേദപുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഈ വാക്കുകൾ, ഈ സെന്റൻസുകൾ എഴുതി ചേർത്തെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. വിശാലത ആഗ്രഹിക്കുന്ന നമ്മൾ മനുഷ്യരാണ്. നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് വിശാലത വേണം. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ, എന്ത് വേണോ, അത് കൃത്യമായി തരാൻ ഈ പ്രവാചകന്മാർക്ക് പറ്റും. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ, നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നോ, നമ്മൾ എന്ത് ആയിത്തീരാൻ, എന്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു, അത് കൃത്യമായി പ്രവചിക്കാൻ ഈ പ്രവാചകന്മാർക്ക് പറ്റും. അതാണ് വിശാലത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഞെരുക്കത്തിലേക്ക് ഫൈറ്റ് ചെയ്ത് പോരാടി പ്രവേശിക്കാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ ആവശ്യമില്ല. ആ വാക്ക് ദുർവ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് വിവരിച്ചോട്ടെ, ഒരിക്കൽ കൂടെ പറയാം. ഇടുക്കമുള്ള വഴിക്കകത്തൂടെ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രവാചകനെ വേണ്ട. അങ്ങനെ പറഞ്ഞേ, ശ്രദ്ധിച്ചു കേട്ടോ. സൈൻ ബോർഡുകളില്ലാത്ത, അടയാളങ്ങളില്ലാത്ത, ഒരു കല്ലോ മരമോ ഒരു ബിൽഡിങ്ങോ കടയോ പറയാനില്ലാത്ത, ഒരു അടയാളമായി കാണിക്കാനില്ലാത്ത, എങ്ങോട്ട് നോക്കിയാലും ചുട്ടുപഴുത്ത മണല് മാത്രം, ഒരേ നിറത്തിൽ കിടക്കുന്ന മണല് മാത്രമുള്ള ഒരു മരുഭൂമിയിൽ സഞ്ചരിക്കുന്നവന് പ്രവാചകനെ ആവശ്യമാണ്. പ്രവാചകൻ പറയും, മക്കളെ ഇടത്തോട്ട് തിരി, വലത്തോട്ട് തിരി, നേരെ നടക്ക്, ഒന്ന് യൂട്ടേൺ അടിക്ക്. ഇതെല്ലാം പ്രവാചകൻ പറയണം. പക്ഷെ ഇടുക്കമുള്ള ഒറ്റ ഹൈവേ മാത്രമുള്ള, ഒറ്റ റോഡ് മാത്രമുള്ള, ടാറിട്ട ഒറ്റ റോഡേ ഉള്ളൂ, ഇടവും വലവും ഒന്നും തിരിയണ്ട. ആ റോഡിൽ കയറിയാൽ പോകാൻ ഏത് വഴിക്ക് പോകണമെന്ന് ഒരുത്തിന് പറഞ്ഞു കൊടുക്കണോ? വേണ്ട. ഒറ്റ വഴിയേ ഉള്ളൂ, അത് സാക്ഷാൽ യേശു കർത്താവാണ്. ഏക സത്യ വഴിക്കകത്ത് നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ യു ഡസന്റ് നീഡ് എനി പ്രൊഫറ്റ്. നിന്റെ ജീവിതത്തിനകത്തൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ഈ പകലിൽ ഞാൻ ദൈവസഭയോട് വ്യക്തമായി ദൂത് പറയട്ടെ, യേശുവിൽ പ്രവേശിക്കുക. സഭ ഇവിടെ ഉണ്ടോ? സഭ ഇവിടെ ഉണ്ടോ? സഭ ഇവിടെ ഉണ്ടോ? സഭ ഇവിടെ ഉണ്ടോ? യേശുവിൽ പ്രവേശിക്കുക. ഈ സുവിശേഷത്തിനകത്ത് നമ്മൾ ആ സെന്റൻസ് വായിച്ച് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് അവരെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: നിങ്ങൾ യേശുവിൽ പ്രവേശിക്കണം. ദൈവസഭയോട് വീണ്ടും ആവർത്തിക്കട്ടെ, യേശുവിൽ പ്രവേശിക്കുന്നവർക്ക് പ്രവാചകന്മാരുടെ ആവശ്യമില്ല. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് കൊണ്ട് നിർത്തുന്നതും അവിടാണ്. നിങ്ങൾക്ക് നല്ല ഫലം കായ്ക്കണമെങ്കിൽ എന്നിൽ വസിക്കുക. നിങ്ങൾക്ക് നല്ല ഫലം കായ്ക്കണമെങ്കിൽ abide in me, rest in me. മെനോ എന്ന വാക്ക് എന്നിൽ വസിക്കുക.